ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ CUT എക്സാം ഒക്കെ എഴുതി അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് റിസൾട്ട് വരുന്നത് ജൂൺ 30-നാണെന്നുള്ളതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ. പക്ഷേ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാം നടത്തിയ ആരാ? NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അത് ടെസ്റ്റിംഗ് ആണോ, തരികടയാണോ, തട്ടിക്കൂട്ടാണോ, തല്ലിപ്പുള്ളാണോ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ സംസാരിക്കാം. ഓക്കെ, നിങ്ങൾക്കറിയാം NTA ഇപ്പോൾ കടന്നു പോകുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു വിവാദങ്ങളിലൂടെയാണ്. നീറ്റ് എക്സാമിൻ്റെ കേസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നെറ്റ് എക്സാമുകൾ UGC നെറ്റ് എക്സാം നടത്തി 2 വർഷം കഴിഞ്ഞു, അത് ക്യാൻസൽ ചെയ്തു. 11 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ UGC നെറ്റ് എക്സാം ക്യാൻസൽ ചെയ്തു. അതേപോലെ ഒരുപാട് പേര് അപ്ലൈ ചെയ്ത CSIR നെറ്റ് എക്സാം അത് ക്യാൻസൽ ചെയ്തു എക്സാം നടത്തുന്നതിന് മുന്നേ. പിന്നെ അതേപോലെ നമ്മുടെ ഡോക്ടേഴ്സിനുള്ള PG എൻട്രൻസ് അത് എക്സാം നാളെ നടക്കുകയാണെന്നെങ്കിൽ ഇന്ന് രാത്രി പറയാണ് എക്സാം ക്യാൻസൽഡ്. എന്തായാലും കഥ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ NTAക്ക് CUT എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നിടത്ത് അവിടെ എന്തോ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും അതേപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ അവരുടെ ഉന്നത അധികാരികൾ NTAയും UGCയും സമീപിച്ച സമയത്ത് അവർ പ്രോപ്പറായിട്ട് ആ ഒരു റിസൾട്ട് പബ്ലിക്കേഷൻ ഡേറ്റിനെ കുറിച്ചിട്ട് ഒരു കൃത്യത അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കപ്പെടുന്ന കാര്യം ജൂൺ 30-ന് റിസൾട്ട് വരാനുള്ള സാധ്യത എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം NTA ആണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ടത്, അവരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അവർക്ക് തന്നെ ആ ഒരു റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അത് 30-ാം തീയതി വരുമോ അല്ലെങ്കിൽ 30-ാം തീയതി വരില്ല എന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായിട്ടൊരു പ്രശ്നമുണ്ട്. 30-ാം തീയതി വരികയാണെന്നുണ്ടെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി ജൂലൈ 2 തൊട്ടിട്ട് അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും, ഓഗസ്റ്റ് 1-ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ അവർ ഓഗസ്റ്റ് മിഡോട് കൂടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന രൂപത്തിൽ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു അഡ്മിഷൻ റിസൾട്ട് വന്ന ശേഷം മാത്രമേ അഡ്മിഷൻ പ്രൊസീജിയറിലൊക്കെ പോകാൻ പറ്റുള്ളൂ. അഡ്മിഷൻ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അക്കാഡമി ഇയർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇവരൊക്കെ അക്കാഡമി ഇയറൊക്കെ കറക്റ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ജൂൺ 30 എന്ന് പറഞ്ഞ ഡേറ്റ് വെച്ചിട്ട്. പക്ഷേ അന്ന് റിസൾട്ട് വരും എന്നുള്ളത് ഭയങ്കര സംശയമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിക്കുക. ജൂൺ 30-ന് തന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അധികം ലാഗ് ഇല്ലാതെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി PG കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാം. ഓക്കെ, സോ കൂടുതൽ അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അറിയിക്കാം. അപ്പോൾ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക. സോ കാണാം, ബൈ.